നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ, അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയാണ്. അവള് അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി. കൊച്ചിനെന്നെ കാണണ്ടെന്ന് പറഞ്ഞു. കൊച്ചു ഇറങ്ങി വരില്ല. എന്ത് ചെയ്താ? ആദ്യം തലവേദനയാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു എന്നെ കാണണ്ട. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ചാനലിലെ ദീപ്തി ടീച്ചർ. ഈ പുള്ളിക്കാരത്തെ എല്ലാവർക്കും തന്നെ അറിയാമെന്ന് തോന്നുന്നു. ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തകരെ പോലെ അല്ല ഇങ്ങനെ ബാനറൊന്നും കെട്ടിവെച്ച് ഞാൻ സാമൂഹ്യ പ്രവർത്തകയാണ് അല്ലെങ്കിൽ ഞാൻ സാമൂഹ്യ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് ഉടായ്പ കാണിക്കുന്ന പോലൊന്നുമല്ല. ഈ പുള്ളിക്കാരത്തി ആദിവാസി, സീതത്തോട് ഭാഗത്തുള്ള ആദിവാസി, കാട്ടിൽ താമസിക്കുന്ന ആദിവാസി സമൂഹത്തിന് വേണ്ടി അവരുടെ ആ ഒരു ഉന്നമനത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു സ്ത്രീയാണ്. ഈ പുള്ളിക്കാരത്തിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ഇത്ര വലിയ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, പുള്ളിക്കാരത്തിക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവരുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ അത്യാവശ്യം നല്ല റീച്ചിലോട്ട് പോകുന്നുണ്ട്, നല്ല വൈറലാകുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാടിനുള്ളിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആയി. അത് വെളിയിലോട്ട് അവർ വിട്ടിട്ടില്ല, കാടിനുള്ളിൽ തന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ആ ന്യൂസ്. അവർ വെളിയിലോട്ട് വിട്ടിട്ടില്ല. പക്ഷേ ദീപ്തി ടീച്ചർ, ഈ പുള്ളിക്കാരത്തി അത് അറിയുന്നു. പുള്ളിക്കാരത്തിക്ക് അവിടെ കുറച്ച് ആളുകളുണ്ട്, കാടിനുള്ളിൽ കുറച്ച് ആളുകളുണ്ട്. അവിടെ എപ്പോഴും പോകാറുള്ളതാണ്. പുള്ളിക്കാരത്തിന്റെ കൂടെ എപ്പോഴും നടക്കാറുള്ള ഒരു പെൺകുട്ടിയാണ്. കാട്ടിൽ പോയി വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഈ പുള്ളിക്കാരത്തിന്റെ കൂടെ എപ്പോഴും നടക്കാറുള്ള, സഹകരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പെട്ടെന്ന് പ്രഗ്നന്റ് ആയി എന്ന് കേൾക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുന്നതാണ് ഈ ദീപ്തി ടീച്ചറാണ് ആ പെൺകുച്ചിന് സ്കൂളിൽ പോകാനുള്ള ഉപകരണങ്ങളും അതും പാഠപുസ്തകവും ബുക്കും ബാഗും ഒക്കെ മേടിച്ചു കൊടുത്തു. സോ അത് കേട്ടപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ദീപ്തി ടീച്ചർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്, എന്തൊക്കെയാണ് അവിടുത്തെ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. എന്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണ് ഗൈസ്, മരവിച്ചിരിക്കുകയാണ്. അതായത് ഓണം പോലും ഒരുങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി ഈ വർഷം. അതുകൊണ്ട് എന്താ ഓണം വീഡിയോ ഇല്ല? സത്യം പറഞ്ഞാൽ ഓണം വീഡിയോ ഇല്ലാത്ത ചുരുക്കം യൂട്യൂബേഴ്സേ ഉള്ളതാണ് എനിക്കൊരു തോന്നുന്നത്. ഒരു ഫോട്ടോ എങ്കിലും എടുത്തിട്ട് ആരും കാണുമല്ല. പക്ഷേ നമ്മുടെ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കാരണം ഞാൻ അത് ചെയ്തില്ല. അതായത് എങ്ങനെ പറയണം, എന്ത് പറയണത് അറിഞ്ഞപ്പോൾ ഞാൻ വളരെ എന്താ പറയുന്നത്, ഇമോഷണൽ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു. അപ്പം തന്നെ ചാടി കാട്ടിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞാവ് കൂടെ വന്നില്ല. അവൻ പറഞ്ഞു ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി, തുള്ളിച്ചാടി കയറി പോകാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനുമായിട്ട് കുറെ വഴക്കിട്ടെങ്കിലും അന്ന് പോയില്ല. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നന്നായി ഞാനന്ന് പോയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് അലമ്പുണ്ടാക്കിയേനെ, ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് വന്നേനെ. അതും സന്ധ്യ അറിഞ്ഞപ്പോഴത്തേക്ക് ഉത്രാടത്തിന്റെ അന്നൊരു ഉച്ചയ്ക്കായപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്ന ഈ കാര്യം. കാട്ടിൽ എന്ത് നടന്നാലും എനിക്ക് അറിയിക്കാൻ എൻ്റെ കുറച്ച് ചാരന്മാർ അതിനകത്തുണ്ട്. സ്പൈകളുണ്ട്. കാരണം കുട്ടികൾക്ക് നേരെ എന്തെങ്കിലും അതിക്രമങ്ങളോ അവിടെ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ മറിച്ച് വിൽക്കപ്പെടുകയോ ആരെങ്കിലും ആണുങ്ങൾ കള്ളു കുടിക്കാൻ വേണ്ടി കുടുംബത്തുനിന്ന് എടുത്ത് വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോഴ്സ് ഉണ്ട്. ഒന്നല്ല, ഒരു 5-6 സോഴ്സ് ഉണ്ട്. അവരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻസും തെറ്റിയിട്ടില്ല അവരിൽ നിന്ന്. അതുകൊണ്ട് അവർക്ക് 100% ഉറപ്പായ ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. പറയാൻ പോകുന്ന കാര്യത്തിന് എന്റെ കയ്യിൽ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട, ഇതുവരെ എനിക്കൊരു തെറ്റ് ഇൻഫർമേഷൻ തരാത്ത വ്യക്തികളാണ് എൻ്റെ അടുത്തത് അറിയിച്ചിരിക്കുന്നത്. ഉത്രാടത്തിന്റെ അന്ന് ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇത് അറിയുന്നു. നമ്മൾ സ്തംഭിക്കുന്നു. പിന്നീടുള്ള ഓരോ ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുത്തില്ല. എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല. അതായത് എന്താണ് കാര്യമെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ഞാൻ ഇന്ന് പോവുകയാണ്. എനിക്ക് കിട്ടിയ അറിവും പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ, അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയാണ്. അവള് അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പൊ കാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ദീപ്തിയെ അപ്പോൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ദീപ്തി അവിടെ കുറച്ച് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതായത് കുട്ടികളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി ഇവർ ഒരുപാട് സാധനങ്ങളൊക്കെ കാട്ടിൽ ജീവിക്കുന്നവർക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് ദീപ്തി ടീച്ചർ. അപ്പോൾ അതൊക്കെ എടുത്ത് വിൽക്കുകയോ കള്ളു കുടിക്കാൻ വേണ്ടി പറ്റുന്നവരെടുത്ത് വിൽക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ നിന്നാണ് ഇങ്ങനെ ഒരു കുട്ടി, മൈനറായിട്ടുള്ള ഒരു കുട്ടി പ്രഗ്നന്റ് ആയി. അതും ദീപ്തി ടീച്ചറിനോട് ചേർന്ന് നടക്കുന്ന, എപ്പോഴും പുള്ളിക്കാരത്തി ഒരു ചേർന്ന് നടക്കുന്ന, പുള്ളിക്കാരത്തി സ്കൂളിൽ പറഞ്ഞു വിട്ട ഒരു കുട്ടി പ്രഗ്നന്റ് ആയി എന്നുള്ള കാര്യം പുള്ളിക്കാരത്തി അറിയുന്നത് അങ്ങനെയാണ്. അപ്പം ഈ കാട്ടിൽ ഇത് സഹജമാണ്. ഈ ആദിവാസികളുടെ ഇടയിൽ, അല്ലെ ഈ കാട്ടുവാസികളുടെ ഇടയിൽ, കാട്ടിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ ഇങ്ങനെ പ്രഗ്നന്റ് ആകുന്നത്, ഇങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പ്രഗ്നന്റ് ആകുന്നത് സഹജമാണെന്നും അത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ദീപ്തി ടീച്ചർ ഇവിടെ വിവരിക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോകുന്നത്. എന്തായാലും നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിനു മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നു. ഒരു തവണ വിളിച്ച് വാൺ ചെയ്തതാണ്, പലതവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പഠിക്കാൻ പോകണം, കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതാണ്. പക്ഷെ ഇത് അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടില്ലേ, അറിയേണ്ടവരിനി അറിയാഞ്ഞിട്ടാണോ,
അവരെ അറിയിക്കാഞ്ഞിട്ടാണോ അതോ അവരൊക്കെ അറിയണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിന്ന് പോയിട്ട് കാര്യമായിട്ടൊന്നും കൂടെ ഒന്ന് ഇടപെട്ട് നോക്കും. ഒന്നുകിൽ പിന്നെ ഒന്നാമത്തെ കാര്യം ഇപ്പൊ കുറെ ആൺപിള്ളേര് സെറ്റ് അവിടെ വന്നിട്ടുണ്ട്, ചെക്കന്മാര്. ദേവന്മാരൊക്കെ പിന്നെ ഒരുത്തൻ ഭയങ്കര കൂട്ടാ. ഒരുത്തന്റെ പേര് പുറത്തു വന്ന അവന് പ്രശ്നം. ഇവർക്കറിയാം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ജയിലിൽ പോകേണ്ടി വരുമെന്നറിയാം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയല്ലേ. അപ്പൊ ഇവന്മാരെല്ലാം ഒറ്റക്കെട്ട. ഇതിന് ഞാൻ അറിഞ്ഞു, ഞാനിതിന് ചോദ്യം ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇനി എന്നോട് എങ്ങനെ റിയാക്ട് ചെയ്യും, എന്നെ ഇനി അവിടെ തിരിച്ചിങ്ങോട്ട് വിടും, ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞ സമയത്ത് ഞാൻ എന്നെ പിടിച്ചു നിർത്തിയിട്ടില്ലായിരുന്നു. ഞാൻ പോയ പോക്കിൽ ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അവരെ ഒറ്റക്കെട്ടാവും ഒരു സമയം കഴിയുമ്പോഴത്തേക്ക്. കാരണം ഇത് എങ്ങനെയും പുറത്ത് വരരുതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, അവിടെയുള്ള എല്ലാവരും. അതുകൊണ്ട് എനിക്ക് ആദ്യം അതിന്റെ അച്ഛനും അമ്മ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിനു മുന്നേയും ഇവിടെ പിന്നെ എനിക്ക് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ്, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയും കാണുകയില്ല. അവിടെയുള്ള ആരും കാണുകയില്ല, ഇവർ ഉൾക്കാട്ടിലോട്ട് പോകും. തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാവും. പക്ഷെ ഈ കുഞ്ഞ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അമ്മയുടേതാണെന്നേ പറയത്തുള്ളൂ. അതായത് എന്താല്ലേ ഈ ദീപ്തി ടീച്ചർ അവസാനം പറഞ്ഞ കാര്യമാണ് ഒരുപാട് ഞെട്ടിലുണ്ടാക്കുന്ന കാര്യം. ഇങ്ങനെ ഒരു പെൺകുട്ടി അവിടെ പ്രഗ്നന്റ് ആകുകയാണെങ്കിൽ ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയും കൂടി ആ കോളനിയിൽ നിന്ന് പിന്നെ അപ്രത്യക്ഷമാകും. അവര് സാധാരണയായിട്ട് ഉൾക്കാടുകളിലോട്ട് പോകും. പിന്നെ ആ പെൺകുട്ടി പ്രസവിച്ചതിന് ശേഷം കുട്ടിയുമായിട്ട് തിരിച്ചു വരും. എന്നിട്ട് പറയും ഇത് അമ്മ പ്രസവിച്ചതാണ്, കുട്ടി പ്രസവിച്ചതല്ല, അമ്മ പ്രസവിച്ച കുട്ടിയാണെന്ന് പറഞ്ഞ് അവർ തിരിച്ചു വരും. ഇത് ആ ആദിവാസി സമൂഹത്തിൽ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടി പ്രഗ്നന്റ് ആയത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട്, അതൊരു കേസിലോട്ട് പോകും എന്നുള്ള അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ തന്നെ അവിടെ നൈസായിട്ട് ഒതുക്കി തീർക്കും. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ? ഇപ്പൊ എന്തായാലും ഈ പെൺകുട്ടീനെ സ്കൂളിൽ പറഞ്ഞു വിട്ടതും അവൾ പഠിക്കണമെന്ന് പറഞ്ഞു വിട്ടതും ഈ ചെറുക്കനുമായിട്ടുള്ള റിലേഷൻ ഉണ്ടാവരുത്. ദീപ് ടീച്ചർ നേരത്തെ അറിയാം ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം. റിലേഷനിലോട്ട് പോകരുത്, പഠിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടതും ടീച്ചർ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ആ കാട്ടിലോട്ട് വീണ്ടും ദീപ് ടീച്ചർ ചെല്ലുകയാണ്. ഈ ഓണത്തിന് എല്ലാ ഓണത്തിനും പുള്ളിക്കാരത്ത് വീഡിയോ ഒക്കെ ഇടാറുണ്ട്, കാട്ടിൽ ചെല്ലാറുണ്ട്, അവർക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടില്ലാറുണ്ട്. അതുപോലെ ചെന്നിട്ട് പ്രഗ്നൻസി കിറ്റും ഒക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്ത് ചെല്ലുന്നുണ്ട്. ഇത് എങ്ങനെയാണ്, ഇത് ഉള്ളതാണോ എന്നൊക്കെ അറിഞ്ഞാലേ നമുക്ക് ചൈൽഡ് ലൈനിനെ അറിയിക്കാനും മറ്റുള്ള നിയമ നടപടികളിലൂടെ കിടക്കാൻ പറ്റത്തുള്ളൂ. ഈ കാട്ടിലിടയ്ക്കിടയ്ക്ക് ഈ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ പോകുന്നതാണ്. അവരൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇവരിത് ഒളിച്ചു വെക്കുന്നത്, പുറത്തോട്ട് വിടാതിരിക്കുന്നത്. ആരെങ്കിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കേസാകും എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയാം. സോ അവരത് ഒതുക്കി വെക്കുകയാണ്. അപ്പൊ എന്തായാലും ടീച്ചർ വീണ്ടും കാട്ടിലോട്ട് ചെല്ലുന്നുണ്ട്, ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. അതിന്റെ കൂടെ പ്രഗ്നൻസി കിറ്റും ഉണ്ട്. അങ്ങനെയാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതുമാരാണ് പുള്ളിക്കാരത്തി ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി. കൊച്ചിനെന്നെ കാണണ്ടെന്ന് പറഞ്ഞു. കൊച്ചു ഇറങ്ങി വരില്ല. എന്ത് ചെയ്താ? ആദ്യം തലവേദനയാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു എന്നെ കാണണ്ടെന്ന് പറഞ്ഞു, എന്റെ മുന്നിൽ വരത്തില്ല പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വെച്ചപ്പോൾ അവിടെ അത് പോയിരിക്കുന്ന വീടിന്റെ മുറ്റത്ത് നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട്. അത് തൊടല് പൊട്ടിച്ച് വരുന്ന സൈസ് പട്ടിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. മാത്രമല്ല കാണണ്ടെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എനിക്ക് ഇടിച്ചു കയറി ചെല്ലാൻ പറ്റില്ല. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് ബന്ധുക്കളുണ്ട്, അത് പറഞ്ഞാൽ കേൾക്കുന്ന. ആ കൊച്ചു പറഞ്ഞാൽ, അവര് പറഞ്ഞാൽ കൊച്ചു കേൾക്കും. അവരുടെ കയ്യിൽ ഞാൻ ആ പ്രഗ്നൻസി ടെസ്റ്റ് പാഡ് കൊടുത്തിട്ട് പിന്നെ പൊട്ടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ കൊച്ചിന്റെ യൂറിൻ എടുക്കുന്ന ഉടനെ ആരെങ്കിലും കൂടെ ഉണ്ടാവണം. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു. അപ്പൊ അതിന്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താ വെച്ചാൽ, പറഞ്ഞോണ്ടെന്ന് തീർക്കട്ടെ. അപ്പൊ ഞാൻ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ പിന്നെ യൂറിനൊക്കെ എങ്ങനെയാ വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര നേരം നോക്കിയിരിക്കണം, ഇതൊക്കെ കൃത്യമായിട്ട്. അതുപോലെ കൊച്ചി യൂറിൻ എടുക്കാൻ നേരം നിങ്ങളാരെങ്കിലും കൂടെ ഉണ്ടാവണം. അത് വെള്ളം മിക്സ് ചെയ്തിട്ട് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടത്തില്ല. കാരണം അത് പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് അറിഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ആദ്യം അതിന്റെ അമ്മയെ കണ്ടു. അമ്മയെ കണ്ടപ്പോൾ അമ്മ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ആദ്യം പറഞ്ഞ എന്താണെന്നറിയാമോ? എന്നെ കണ്ടപ്പോഴേ പറഞ്ഞ എന്താണെന്നറിയാമോ? കൊച്ചിന് 18 വയസ്സുണ്ട്, കല്യാണപ്രായം ആയതാ, എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ചാ. അപ്പൊ ഞാൻ ചാടിക്കേറി എതിർത്തില്ല, അയ്യോ കല്യാണപ്രായം ആയില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തേ, അങ്ങനെ ചെയ്ത്. ഞാൻ ഒന്നും ദേഷ്യം പിടിക്കുക ഒന്നും ചെയ്യില്ല. കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ഒരു ആവശ്യം. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതുപോലെ തന്നെ പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ്, ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ. അപ്പൊ ആദ്യം എനിക്ക് കിട്ടിയ ഒരു അറിവെന്ന് പറഞ്ഞാൽ, അവിടെയുള്ള ആരെ ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് അതിന്റെ മാതാപിതാക്കള് വഴക്കിടുന്നു, ആരും അടുത്തെടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ എന്നോട് അച്ഛനോട് സംസാരിച്ചില്ല, അമ്മ വളരെ മാന്യമായിട്ട് സംസാരിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം, ചേച്ചി അത് ചെയ്ത് നോക്കിയോ, അതെങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയോ, ഞാൻ അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞു മക്കളുള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് കുറച്ച് ദൂരമായി ഇവിടെ പോയിരിക്കുന്നത്, വരാൻ പറ്റില്ല. പകരം ആര് വിളിച്ചാലാണോ അവൾ വരാൻ സാധ്യതയുള്ളത് അവരെ ഏൽപ്പിച്ചു. പക്ഷെ അവര് ചെന്ന് പറഞ്ഞു, അവൾ അതിന് മുന്നേ അറിഞ്ഞു ഞാൻ അവിടെ എത്തി എന്നുള്ള കാര്യം. അത് കൊച്ചു ഓക്കെ, ടീച്ചർ ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അറിഞ്ഞ ഉടനെ എനിക്ക് ഓടിക്കേറി അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അവരെങ്ങനെ പ്രതികരിക്കും, ഞാൻ ഈ ഒരു കാര്യമായിട്ട് അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. പക്ഷേ ഞാൻ അങ്ങോട്ട് ഓടിക്കേറി ചെന്ന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല. അവർ ചിലപ്പോൾ എന്നെ തിരിച്ച് വിടില്ലാന്ന് വരും, ആക്രമണമൊക്കെ ഉണ്ടായെന്ന് വരും. അതുകൊണ്ട് സോ ഞാൻ പതിയെ കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞു, ഇന്ന പോലെ ഇത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ പെൺകുട്ടി ഒരിക്കലും
ദീപ്തി ടീച്ചറിനെ കാണാൻ കൂട്ടാക്കിയില്ല. അതായത് എപ്പോഴും ഈ പുള്ളിക്കാരത്തിയുടെ കൂടെ ദീപ്തിയുടെ കൂടെ എപ്പോഴും നടന്നുകൊണ്ടിരുന്ന കുട്ടിയാണ്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. കാണാൻ കൂട്ടാക്കിയില്ല, കുട്ടിക്ക് മൂത്രത്തിൽ പഴുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടി മാറി നിൽക്കുകയാണ്. അവിടെ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി ഒരിക്കലും ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഒന്നും അല്ല. പുള്ളിക്കാർക്ക് ചെയ്യാവുന്നതിനൊരു പരിമിതിയുണ്ട്, പറയാവുന്നതിനൊരു പരിമിതിയുണ്ട്. ഇത് ഉറപ്പാണോ, ഇങ്ങനെ ഒരു കാര്യം ഉറപ്പാണോ, അല്ല അവർ പറയുന്ന പോലെ എന്തെങ്കിലും അസുഖമാണോ എന്ന് ഉറപ്പിക്കാണ്ട് വെളിയിലോട്ട് വിടാനും പറ്റില്ല, ഒരു കംപ്ലൈന്റ് കൊടുക്കാനും പറ്റില്ല. അവിടെ പോയി കറക്റ്റായിട്ട് കൺഫേം ചെയ്യണം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ. അതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി ശ്രമിക്കുന്നതും ഈ വീഡിയോ ഇട്ടതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ഈ ആദിവാസികൾക്കിടയിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. ഇതുപോലുള്ള കാര്യങ്ങളിലോട്ട് അവർക്കിടയിൽ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പ്രഗ്നന്റ് ആകുക എന്നുള്ളതും ഒരു കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അവരത് മറച്ചു വയ്ക്കും, പുറത്തോട്ട് കൊണ്ടുവന്ന് അവർക്ക് കേസാണെന്നുള്ള കാര്യമൊക്കെ അവർക്കറിയാം. സോ അവർ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ എങ്ങനെ ആക്കിയവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാവുന്നവർ ചെയ്യും. ഇത് അധികാരികൾ ഇടപെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അധികാരികൾ ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും അല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും അധികാരികളിലോട്ട് ഇത് എത്തിയതിനു ശേഷം അവരിതിൽ ഇടപെടണം. ഇനി ആ പയ്യൻ തന്നെയാണോ അല്ലെങ്കിൽ ആ പെൺകുട്ടീനെ വേറെ ആരെങ്കിലും യൂസ് ചെയ്താണോ പീഡിപ്പിച്ചതാണോ എന്നൊക്കെ കണ്ടെത്തി അതിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള കാര്യം എന്ന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രോപ്പറായിട്ടുള്ളൊരു വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളൊക്കെ അവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. ഞാനൊരിക്കലും പറയില്ല അവർ അവിടെ തന്നെ ജീവിക്കട്ടെ, കാടിൻ്റെ മക്കൾ കാട്ടിൽ തന്നെ ജീവിക്കട്ടെ. അവർ പുറത്തോട്ടൊക്കെ വരട്ടെ, പുറത്ത് വന്നിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ അവർ കാണട്ടെ. അവരുടെ ആ ഒരു ഇതിൽ തന്നെ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അത് പറയുന്നത് എന്താ, അവർക്ക് അതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റത്തില്ല, അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. സൗകര്യങ്ങൾ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു, കാട്ടിലൊക്കെ തന്നെ ജീവിച്ചു. നമ്മുടെ പണ്ട് പുരാതന ആളുകൾ കാട്ടിലല്ലോ. പക്ഷെ നമ്മളിപ്പോൾ എവിടെയാണ് ജീവിക്കുന്നത്, നമ്മളിപ്പോൾ സൗകര്യങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരും പുറത്തോട്ടൊക്കെ വരാം. അതിന് ചെയ്യാനുള്ള ഒരു ഒറ്റ മാർഗം എന്ന് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസൊക്കെ അതിൽ കറക്റ്റായിട്ട് ഇടപെടണം. നിങ്ങൾ ഈ ആദിവാസികളുടെ ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടൊക്കെ വരുന്നുണ്ടല്ലോ, ഈ ഫണ്ടൊക്കെ എവിടെ പോകുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ തിരക്കണം. അവരുടെ പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം, മറ്റുള്ള കാര്യങ്ങൾ നോക്കണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുള്ളിക്കാരത്തി ചെയ്യുന്നത്, ദീപ്തി ടീച്ചർ ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ട്, ഈ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഈ ഒരു സാമൂഹ്യ പ്രവർത്തക എന്നുള്ളൊരു ലേബല് മാത്രമല്ല അവർക്കുള്ളത്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ ചാനലിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബൈ.